നമുക്കിനി പറയാനുള്ളത് പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഫിഗറിൽ മെഷർ ചെയ്യുന്ന ഡിവൈസും അല്ലേ. നിങ്ങളെപ്പോഴും വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. ഇവിടെ നമ്മുടെ വണ്ടീനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഒരു പൈപ്പ്. ഈ ഒരു പൈപ്പ് നമ്മുടെ വണ്ടിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ മീറ്റർ റീഡിങ്ങിൽ കാണാൻ പറ്റും എത്ര പ്രഷറാണ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ആപ്ലിക്കേഷനാണ് പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ. അപ്പോൾ ആദ്യം പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്താണെന്നുള്ളത് നോക്കാം. പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആൻഡ് മാനോമീറ്റേഴ്സ് എന്നും കൂടി ഇതിനെ പറയാറുണ്ട് കേട്ടോ. എ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട്സ് പ്രഷർ ഇൻടു ആൻ അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഒരു അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എ പ്രഷർ ഈസ് മെഷേർഡ് ഇൻ 3 ഫോംസ്. 3 ഫോംസ് ആയിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് ഡിഫറൻഷ്യൽ പ്രഷർ. അത് മൂന്നും എന്താണെന്നുള്ളത് നമുക്ക് പിന്നാലെ കാണിക്കാം. ആൻഡ് ട്രാൻസ്ഡ്യൂസർ ടൈപ്സ് ഓഫ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ. അതിൽ ഫസ്റ്റ് വരുന്നത് റെസിസ്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ട്രാൻസ്ഡ്യൂസേഴ്സ് whose resistance varies with the pressure applied is called resistance type pressure transducer. Example, strain gauge. ഇതിന് മുന്നേ നമുക്ക് ഒരു പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ഒരു യൂണിറ്റ് ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, എ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ സർട്ടൻ വാല്യൂ ഓഫ് പ്രഷർ, ഗ്യാസ് ഓർ ലിക്വിഡ്, ഗ്യാസിന്റെ ലിക്വിഡിന്റെയോ ഒരു സർട്ടൻ വാല്യൂ ഇൻടു കറസ്പോണ്ടിങ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ. എന്താണ് ഒരു പ്രഷർ വാല്യൂ, അത് ചിലപ്പോൾ ഗ്യാസിൻ്റെതാവാം അല്ലെങ്കിൽ ലിക്വിഡിൻ്റെതാവാം, ഇൻടു ഇറ്റ്സ് കറസ്പോണ്ടിങ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്. ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കലോ ഓർ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടോ ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രഷർ ട്രാൻസ്ഡ്യൂസർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്രഷേഴ്സ് ആർ എക്സർട്ടഡ് ബൈ ദ ഗ്യാസസ്, വേപ്പേഴ്സ് ആൻഡ് ലിക്വിഡ്സ്. ആൻഡ് ദ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് വി ജനറലി യൂസ് റെക്കോർഡ് പ്രഷർ ആസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 പ്രഷർ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നറിയാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഇതിന്റെ മുന്നേ ഏത് ട്രാൻസ്ഡ്യൂസർ എടുത്തത്, നമ്മുടെ റേഡിയേഷൻ ട്രാൻസ്ഡ്യൂസർ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു അതിനൊരു റെഫറൻസ് വാല്യൂ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. ആ റെഫറൻസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്ന റേഡിയേഷന്റെ അളവൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതേപോലെ ഇവിടെയും പ്രഷർ ട്രാൻസ്ഡ്യൂസർ ചെക്ക് ചെയ്യുന്ന സമയത്തും ഒരു റെഫറൻസ് ഉണ്ടായിരിക്കും. ഈ റെഫറൻസ് ഒന്നെങ്കിൽ അത് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്വംസിൽ യൂസ് ചെയ്യുന്ന ഡിവൈസിൽ യൂസ് ചെയ്യുന്ന പ്രഷർ ആവാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 2 പ്രഷർ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഒന്ന് ഈ ടയറിന്റെ ഒരു പ്രഷറും അതേപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വാൾവ് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിലൂടെ അറ്റ്മോസ്ഫിയർ പ്രഷറും വരും, ഇതിലൂടെ നമ്മുടെ ടയറിന്റെ പ്രഷറും കാണിക്കും. ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ ചെയ്തിട്ടാണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുക. ഒരു കമ്പാരിസൺ അവിടെ നടക്കുന്നുണ്ട്. ആദ്യം ടയറിന്റെയും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെയും ഒരു കമ്പാരിസൺ ആണ് എന്തിൽ നടക്കുന്നത്, പ്രഷർ ട്രാൻസ്ഡ്യൂസറിൽ നടക്കുന്നത്. അത് അവളോട് പറഞ്ഞത് പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ് are exerted by gases, vapors and liquids, and these instruments that we use generally records the pressure as the difference between 2 pressure. 2 pressures in the difference ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. And pressure transducers are used in many control and monitoring applications such as flow, air, speed, level, pump systems or altitude, and likewise there are using a lot of applications of the pressure transducers. അപ്പോൾ ഇതിന് വലിയൊരു എക്സാമ്പിൾ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ LPG ഗ്യാസ് ഒക്കെ കൊണ്ടുവരുന്ന ലോറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേമാതിരി ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ. അത് അതിൻ്റെ ഒരു പ്രഷർ കാണിക്കാൻ വേണ്ടി
അതിൻ്റെ ഒരു പ്രഷർ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് പ്രഷർ എന്ന് മനസ്സിലായി, പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് മനസ്സിലായി. ഇനി 3 തരത്തിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. ഓക്കെ, ഒന്ന് അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് ഡിഫറൻഷ്യൽ പ്രഷർ. ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ 2 പ്രഷർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അത് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിൻ്റെയാണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിവൈസിൻ്റെ ഏത് സെൻസിങ്ങിൻ്റെയാണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ, പിന്നെ അതിന് ഒരു റെഫറൻസ് വാല്യൂ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ റെഫറൻസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് ഡിഫറൻഷ്യൽ പ്രഷർ. ഇതിൽ അബ്സല്യൂട്ട് പ്രഷർ ആണെങ്കിൽ അത് എന്തിനായിട്ടായിരിക്കും കണക്ഷൻ ഉണ്ടാവുക, അത് വിത്ത് റെസ്പെക്ട് ടു ദ വാക്വം, ആ ഒരു ഡിവൈസിൻ്റെ കവറിങ് വാക്വം സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അബ്സല്യൂട്ട് പ്രഷർ. ഗേജ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ വന്നിട്ട് ആണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഡിഫറൻഷ്യൽ പ്രഷർ ആണെന്നുണ്ടെങ്കിലോ അവിടെ 2 പ്രഷർ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു ഡിവൈസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രഷറാണ്, ഇവിടെ ഒരു വേറെ പ്രഷറാണ്. ഈ 2 പ്രഷേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് എന്ത് വർക്ക് ചെയ്യും, നമ്മുടെ പ്രഷർ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 2-3 തരത്തിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാണ് ഇലക്ട്രിക്കൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ. In case of the electrical transducers, for many measuring pressure അല്ലെങ്കിൽ എന്തായിരിക്കും, പ്രഷറിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രിക്കൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇനി ഇതിങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്, ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും, ഒരു പ്രഷറായിരിക്കും അല്ലേ. ഇനി ഇത് പലതരത്തിലുണ്ട് ബേസ്ഡ് ഓൺ ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ച വർക്കിംഗ് പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വർക്കിംഗ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് ഇത് വീണ്ടും ഇലക്ട്രിക്കൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. ഇലക്ട്രിക്കൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു പ്രഷർ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്രിൻസിപ്പിൾസും ഉണ്ട്. അത് ഒന്നെങ്കിൽ റെസിസ്റ്റൻസ് ടൈപ്പ് പ്രഷർ ആവാം, ഇൻഡക്റ്റൻസ് ആവാം, കപ്പാസിറ്റീവ് ആവാം, അതേപോലെ തന്നെ പീസോ ഇലക്ട്രിക് ആവാം. ഓക്കെ, ഇതിൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ആണ് അവിടെ വാരി ചെയ്യുന്നത്. ഇൻഡക്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കോയിൽസിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് ചേഞ്ച് ആവുന്നത്. കപ്പാസിറ്റീവ് ആണെങ്കിൽ LVDT, RVDT ആൻഡ് പൈസോ ഇലക്ട്രിക് ആണെന്നുണ്ടെങ്കിൽ പൈസോ ഇലക്ട്രിക്, ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൂടെ വരുന്നതാണ് പൈസോ ഇലക്ട്രിക്. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു വേരിയേഷൻസ് വെച്ചിട്ടായിരിക്കും ഇലക്ട്രിക്കൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞതാണ്. ഇനി അത് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇനി ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റത്തെ കേസ് സ്ട്രെയിൻ ഗേജ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ബേസ്, വിഡ്ത്ത് ആൻഡ് ഗ്രിഡ്. ബേസ് ഒന്നും നോക്കണ്ട, ഇവിടെ നോക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇതൊരു സ്ക്രൂ ഗേജാണ്, സ്ട്രെയിൻ ഗേജ് ആണെന്ന് വിചാരിക്കുക. ഈ സ്ട്രെയിൻ ഗേജിൽ ഇവിടെ ഫുള്ള് സ്പ്രിങ് ആയിരിക്കും. അപ്പോൾ നമ്മളതിനെ ഒന്നെങ്കിൽ അത് പ്രസ് ചെയ്യും, അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറയും അല്ലേ. ഇനി അതെല്ലാം പ്രസ്സിങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് അതിൻ്റെ മാക്സിമത്തിലേക്ക് വരെ എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജിൽ നടക്കുന്നത്. ഇവിടെ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റേർണൽ എലമെൻസിന് ചേഞ്ച് സംഭവിക്കും. സ്ട്രെയിൻ ഗേജ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്പ്രിങ് ആയിരിക്കും, അതിൻ്റെ ചേഞ്ചിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്കും ചേഞ്ച് വരും. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ മൂവിങ് കോണ്ടാക്റ്റ് ആണ്. ഇതെങ്ങനെയാണെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നെങ്കിൽ നമ്മൾ താഴോട്ട് പ്രസ് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലും ചേഞ്ച് സംഭവിക്കും. ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, സ്ട്രെയിൻ ഗേജ് ആൻഡ് മൂവിങ് സ്ലൈഡിങ് കോണ്ടാക്റ്റ്, മൂവിങ് സ്ലൈഡിങ് കോണ്ടാക്റ്റ്. ഇനി അടുത്തത് നമ്മൾ ഏതാ പറഞ്ഞ ഇൻഡക്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്നത് LVDT പോലെയുള്ള ടെക്നോളജിയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 2 പ്ലേറ്റ്സ്, ആ പ്ലേറ്റ്സിൻ്റെ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള എയർ ഗ്യാപ്സിന് ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പൈസോ ഇലക്ട്രിക് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട
ഇൻഡക്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സിനും കപ്പാസിറ്റീവ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സിനും ഡിഫറൻസ് ആണ് ഈ ഒരു പൈസോ ഇലക്ട്രിക് എന്ന് പറയുന്നത്. ഇവിടെയും എയർ ഗ്യാപ്സ് ആണ് മെയിനായിട്ട് റീഡിങ് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ DBMSൻ്റെ ഒരു കോൺസെപ്റ്റ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ